ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചതുമായിട്ടൊരു കാര്യമുണ്ട്. അതായത് റൂട്ട് കനാൽ ചെയ്തു കഴിഞ്ഞാൽ ക്യാപ്പ് ഇടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ക്യാപ്പ് എത്ര തരം ഉണ്ട്, അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ റന അഭിലാഷ്, ഡെന്റിസ്റ്റ്, ശക്തി ഹോസ്പിറ്റൽ, പ്രാവച്ചമ്പലം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ച റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് ക്യാപ്പ് ഇടേണ്ട ആവശ്യകത, എത്ര ടൈപ്പ് ക്യാപ്പുകളാണുള്ളത്? നമുക്ക് 3 ടൈപ്പാണ് ബേസിക്കലി ഉള്ളത്. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് മെറ്റൽ ക്യാപ്പാണ്. ഓക്കെ. ഇത് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് ലോവറാണ്. അപ്പം നമുക്ക് കൂടുതലും അത് പോസ്റ്റീരിയർ, അതായത് അകത്തോട്ടുള്ള പല്ലുകളിലാണ് അത് കൂടുതലും ആൾക്കാർ ചെയ്യുന്നത്. അത് അധികം കാണത്തില്ല. അതുകൊണ്ടാണ് യൂഷ്വലി ആ പല്ലുകളിൽ നമുക്ക് ഓക്കെ ചെയ്തോ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്ന കണക്ക് ഈ കളറിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഈ മെറ്റൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ ഗംസ് ഇതുമായിട്ട് ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു മെറ്റൽ പോർഷനിൽ നിന്ന് ഇച്ചിരി റിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. മെറ്റൽ ക്യാപ്സിൻ്റെ ഒരു പ്രോബ്ലം അതാണ്. പിന്നെ നമുക്കുള്ളത് സിറാമിക് ക്യാപ്സ്. ഈ സിറാമിക് ക്യാപ്സിൻ്റെ അകത്ത് മെറ്റൽ വെച്ചിട്ടാണ് അവർ അതിൻ്റെ മുകളിൽ ഒരു സിറാമിക് കോട്ടിംഗ് ആണ് വെക്കുന്നത്. അപ്പം നമ്മൾ കാണാൻ നമ്മൾ പല്ല് പോലെ തന്നെ ഇരിക്കും, അകത്ത് മെറ്റലുണ്ട്. പക്ഷെ ഇതിനൊരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടാനും ചിപ്പിയാനും സാധ്യത കൂടുതലാണ്. ഇതിന് അധികം നമ്മളെ ബൈറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ ഗ്രാജുവലി വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇത് ചിപ്പ് ചെയ്ത് ഒരു മെറ്റൽ ക്യാപ്പിൻ്റെ രൂപത്തിലായിട്ട് മാറും. അതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക്. ഇത് ജസ്റ്റ് ഒരു കോട്ടിംഗ് ആണ്. മറ്റേ അതായത് പല്ലിന്റെ അതേ കളറിൽ തന്നെ ഇരിക്കും, കുറേ നാൾ കഴിയുമ്പോൾ അത് ബ്ലാക്ക് കളർ ആവാനുള്ള ചാൻസ്. അതെ, അത് ചിപ്പ് ചെയ്ത് അത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ സിറാമിക് ആയതുകൊണ്ട് ഇത് ബ്രിട്ടിൽനെസ് ഇച്ചിരി കൂടുതലാണ്. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇതേപോലെ ഇതിൻ്റെ അകത്തൊരു മെറ്റൽ കോട്ടിങ് ആയതുകൊണ്ട് നമ്മൾ ഗംസ് റിസൈഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മെറ്റൽ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടിയും കോസ്റ്റ്ലി ആണ് ഈ മെറ്റൽ സിറാമിക് ക്യാപ്സ്. പിന്നെ ഒരു വിഭാഗമാണ് മെറ്റൽ ഫ്രീ ക്യാപ്സ്. ഇത് കുറച്ച് കോസ്റ്റ്ലിയർ ആണ്. അതുകൊണ്ട് ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യുന്നത് കുറവാണ്. പക്ഷേ ഇതാണ് ഏറ്റവും നല്ല ക്യാപ്പ്. കാരണം ഇതിന് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട്. നമ്മളുടെ ബൈറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ളത് ഈ മെറ്റൽ ഫ്രീ ക്യാപ്സിനാണ്. ഓക്കെ. അപ്പൊ അതിൽ മെറ്റൽ അല്ല വരുന്നത്? അല്ല, അകത്ത് മെറ്റൽ കോട്ടിംഗ് ഒന്നും ഇല്ല. ഈ മെറ്റീരിയലിന് തന്നെ ഈ ബൈറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. മാത്രമല്ല ഇതിന് മറ്റേ മെറ്റൽ പോലത്തെ പ്രശ്നം വരുന്നില്ല. ഈ ജിഞ്ചൈവ റിസൈഡ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അത് നല്ല കോമ്പാറ്റബിൾ ആണ് നമ്മളുടെ ഗംസുമായിട്ടും ടീത്തുമായിട്ടും ഒക്കെ നല്ല കോമ്പാറ്റബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. അത് നല്ല പ്രഷറും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ആക്ച്വലി ഏറ്റവും നല്ലത് ഈ മെറ്റൽ ഫ്രീ ക്രൗൺസ് ആണ്. സിർക്കോണി എന്നൊക്കെ പറയുന്ന മെറ്റൽ ഫ്രീ ക്രൗൺസ് ആണ് ഏറ്റവും നല്ലത്. പക്ഷെ അതിനൊരു കോസ്റ്റ് നോക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും മെറ്റലിലോട്ട് പോകുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പൊ ഈ ഒരു ഇത്രയും തരത്തിലുള്ള ക്യാപ്പുകൾ ഉണ്ടായിരുന്നാലും അതെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ വെക്കുന്നതാണ്. അപ്പൊ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടാണല്ലോ നമ്മുടെ ഈ ആഹാര സാധനങ്ങളും കൂടി കടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്യാപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ശാരീരികമായ വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ല, ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്യാപ്സും നമ്മളുടെ ശാരീരികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ക്യാപ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഒരു ക്യാപ്പ് വെച്ചെന്ന് വെച്ച് നമ്മൾ ഒരിക്കലും നമ്മളെ ശാരീരികമായി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. ആക്ച്വലി ആ പല്ലിന് ഏറ്റവും നല്ലതാണ് ഒരു ക്യാപ്പ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാന്ന്. അതുകൊണ്ട് തന്നെ കമ്പൽസറി ആയിട്ട് ക്യാപ്പ് വെക്കണം. പോസിബിൾ ആണെങ്കിൽ മെറ്റൽ ഫ്രീ ക്യാപ്സ് തന്നെ വെക്കാൻ ശ്രമിക്കുക. ഡോക്ടർ, അപ്പോൾ ഈ ഒരു ക്യാപ്പ്, ഈ ടൈപ്സിലുള്ള ക്യാപ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള ദന്തൽ വിസിറ്റ് എപ്പോഴാണ് അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ ഒരു ഫസ്റ്റ് ക്യാപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ മാസം തന്നെ, അതായത് വിത്തിൻ 1 മന്ത് ഒരു ചെക്കപ്പിന് വരണം. പിന്നെ
അതിൻ്റെ അപ്പോഴത്തേക്ക് നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കും, വേറെ റൂട്ട് കനാലിനോ ക്യാപ്പിനോ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് 6 months കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മളൊരു എക്സ്റേ എടുക്കും. അപ്പം നമ്മൾ ഈ ഓരോ മാസം ചെയ്യുന്ന എക്സ്റേ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. എന്നാലേ നമുക്ക് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ പ്രോഗ്രഷൻ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് 1 മാസം, പിന്നെ 3 months, പിന്നെ 6 months, പിന്നെ ഇയർലി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂട്ട് കനാൽ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ഒരു ഡെൻറ്റൽ വിസിറ്റ്, ക്യാപ്പും കൂടി ഇട്ടതിന് ശേഷം ഉള്ള ഒരു ഡെൻറ്റൽ വിസിറ്റ്. ഇത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല്ലിന് ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. പലരും ഫോളോ അപ്പ് വരാൻ ഭയങ്കര ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് പിന്നെ അത് വളരെ അഡ്വാൻസ് സ്റ്റേജിൽ ആകുമ്പോഴാണ് വരുന്നത്. അപ്പൊ നമ്മൾ അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സ് അതേപോലെ ചെയ്യണം. ഇപ്പൊ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് ഹീലായിക്കോളും. പിന്നെ അത് അഡ്വാൻസ് സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും അവിടെ ബോൺ ലോസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പല്ല് ആടാൻ തുടങ്ങും. അപ്പൊ അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ റെഗുലർ ഡെന്റൽ വിസിറ്റ്സിന് റൂട്ട് കനാലിന് ശേഷവും വരണമെന്ന് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സും ചെയ്യണം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപ്സിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപ്സ് ആയിരുന്നാലും നമ്മുടെ പല്ലുകളും ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്, ഡിഫറെൻറ്റ് ഷേപ്സ് ആണ്. അപ്പം അതിനനുസരിച്ചുള്ള ക്യാപ്പുകളായിരിക്കില്ലേ നമ്മൾ ഇടുന്നത്? അതായത് ആ ഒരു ഷേപ്പിനനുസരിച്ചുള്ള ക്യാപ്പ് ആയിരിക്കില്ലേ ഇടുന്നത്? ഡെഫിനറ്റ്ലി നമ്മളുടെ പോയ പല്ലിൻ്റെ എക്സാക്റ്റ് ഷേപ്പും സൈസും മോർഫോളജിയും അതേ ടൈപ്പിൽ ക്യാപ്പ് നമ്മൾ ഇടത്തുള്ളൂ. എന്നാലേ നമുക്ക് കടി കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മളെ ബൈറ്റ് കറക്റ്റ് ആയില്ലെങ്കിൽ തന്നെ നമുക്ക് വേറെ കുറേ പ്രശ്നങ്ങൾ വരും. നമുക്ക് TMJ ജോയിൻറ്റിലൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പം നമുക്ക് ഏത് പല്ല് പോയോ അതേ ഷേപ്പിലും സൈസിലും ഉള്ള പല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഒരു പല്ല് ജസ്റ്റ് അത് ഭംഗിയും മാത്രമല്ല ഫങ്ഷണലിയും അതാണ് ബെസ്റ്റ്, അങ്ങനെ ചെയ്യത്തുള്ളൂ. അല്ലാതെ വേറെ. അപ്പോൾ ഈ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞ് അവർക്ക് ഈ റൂട്ട് കനാൽ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ക്യാപ്പ് വേണമെന്ന് പറയുമ്പോൾ ആ സമയത്താണോ ഇത് നിർമ്മിക്കുന്നതും? അവരുടെ ആ ഒരു പല്ലിന്റെ ഷേപ്പ് നോക്കിയിട്ടാണോ? എങ്ങനെയാണ് അതിന്റെ ഒരു? അത് വേറൊരു പ്രൊസീജിയർ തന്നെയാണ്. അത് ആ റൂട്ട് കനാലിന് ശേഷം നമ്മൾ പല്ലിനെ കട്ട് ചെയ്യണം. ആ ക്യാപ്പ് വെക്കാൻ പാകത്തിനായിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കും. അതിന് ഓരോ ടൈപ്പ് ക്യാപ്പിനും ഓരോ ഷേപ്പിലാണ് അതിൻ്റെ കട്ടിങ്സ്. എല്ലാത്തിനും ഒരേപോലെ അല്ല അതിൻ്റെ കട്ടിങ് രീതികൾ. അപ്പം അത് അനുസരിച്ച് ഒരു സ്പേസ് ഉണ്ടാക്കലാണ് മെയിൻ അതിൻ്റെ ഐഡിയ. നമുക്ക് ക്യാപ്പ് ഫിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കുകയാണ് ബേസിക് ഐഡിയ. അപ്പം ആ ഏത് ടൈപ്പാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ടൈപ്പിലുള്ള കട്ടിങ് നമ്മൾ ചെയ്യും. എന്നിട്ട് നമ്മളത് അളവെടുത്തിട്ട് നമ്മൾ ലാബിലോട്ട് വിടും. അപ്പം ലാബിൽ അവർ അതിൻ്റെ ഷേപ്പിലും സൈസിലും ആയിട്ടുള്ള ക്യാപ്പ് നമുക്ക് അയച്ചു തരും. ഓക്കെ, അതിനെന്തെങ്കിലുമൊക്കെ ഒരു ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ട്രയലും ഇതൊക്കെ ചെയ്തിട്ടേ നമ്മൾ ഫൈനൽ ക്യാപ്പ് വെച്ച് കൊടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പം അത്രയും സൂക്ഷ്മത വളരെ കെയർഫുള്ളിയാണ് നമ്മൾ അത് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം കാരണം അത് എത്രയും വർഷം അത് ലാസ്റ്റ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് വളരെ കെയർഫുള്ളി നോക്കി ബൈറ്റ് ഇതൊക്കെ നോക്കി ചിലർക്ക് നമുക്ക് 2-3 വിസിറ്റ്സ് ഇതിനു വേണ്ടി വരേണ്ടി വരും. ഓക്കെ, അപ്പൊ അത്രയും കെയർഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ക്യാപ്പ് ഇടുക എന്ന് പറയുന്നത്. അപ്പൊ അതാണ് വളരെ നിസ്സാരമായിട്ട് എനിക്ക് ക്യാപ്പ് ഇടണ്ടെന്ന് പറഞ്ഞ് ആൾക്കാർ ഡോക്ടർ, ഈ ഒരു ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എങ്ങനെയാണ് ഏതൊക്കെ ആഹാരങ്ങൾ കഴിക്കാം? കട്ടിയുള്ളതോ കട്ടിയില്ലാത്തതോ എങ്ങനെയൊക്കെ കഴിക്കാനായി? ക്യാപ്പ് ഇടുന്ന ദിവസം മാത്രം നമ്മൾ പറയും ആ സൈഡ് വെച്ചൊന്ന് ചവയ്ക്കണ്ട, അത് നല്ലൊന്ന് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ ആ സൈഡ് വെച്ച് ചവയ്ക്കണ്ടെന്ന് പറയും. പിന്നെ ഒത്തിരിയും കട്ടിയുള്ള ആഹാരം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും. പിന്നെ ച്യൂയിങ്കം അങ്ങനത്തെ എപ്പോഴും നമുക്കിങ്ങനെ ഗമ്മി ആയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, ഒത്തിരി ബീഫ് അങ്ങനെയൊക്കെ ച്യൂയി ആയിട്ടുള്ള സാധനം ഒന്ന് ഒഴിവാക്കാൻ പറയും. കാരണം അതിങ്ങനെ ആ ടൈമിലും ലോങ് റണ്ണിലും ആ സൈഡ് ക്യാപ്പ് ഇട്ടേക്കുന്ന സൈഡ് വെച്ച് ച്യൂയിങ്കം പോലത്തെ സാധനങ്ങൾ, കാരണം അത് സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആട്ടുന്ന ഒരു എഫക്റ്റ് കിട്ടും. ഇത് നമ്മൾ എന്തൊക്കെ ആയാലും നമ്മൾ ഒട്ടിച്ചാണ് വെച്ചേക്കുന്നത് ഇതിനെ.
പക്ഷെ അത് ഇളകാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഒട്ടിച്ചു വെക്കുന്നത്. പക്ഷെ ഈ കണ്ടിന്യൂസ് ഇങ്ങനെ ഒരു മോഷൻ വരുമ്പോൾ ഇളകാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ക്യാപ്പ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപ്പ്, ആ ക്യാപ്പ് ഇടുന്നതിൻ്റെ ആവശ്യകത, ആ ക്യാപ്പ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ഡോക്ടർ, മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും എത്താം. എന്തായാലും പല്ലിനെ കുറിച്ച് ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. താങ്ക് യു ഡോക്ടർ.